നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജിം തോമസ്. ഞാൻ നിർമ്മല ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. പലപ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടീസിൽ കേൾക്കുന്നതാണ്, അല്ല ഡോക്ടറെ മുട്ട് തേയ്മാനാണ്, ഉടനെയാണ് ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ല, അപ്പോൾ എല്ലാ പേഷ്യൻറ്റിനും നമുക്ക് എല്ലാ മുട്ട് തേയ്മാനത്തിനും ഓപ്പറേഷൻ വേണോ? അതൊരു നല്ല ചോദ്യമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ മുട്ട് തേയ്മാനത്തിനും ഓപ്പറേഷൻ്റെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. അത് നമ്മൾ ഏത് സ്റ്റേജാണ്, ഇപ്പോൾ ഈ മുട്ട് തേയ്മാനം ഏത് സ്റ്റേജാണെന്ന് നമ്മൾ ആദ്യം അസസ് ചെയ്യണം. അതിന് നമുക്ക് വേണ്ട 2-3 സ്പെഷ്യൽ വ്യൂസ് ഓഫ് എക്സ്റേസ് ഉണ്ട്. 2-3 എക്സ്റേസ് എടുക്കണം. എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേഡ് ഓഫ് തേയ്മാനം ഓസ്റ്റിയോആർത്രൈറ്റിസ് അസസ് ചെയ്യണം. പിന്നീട് നമുക്ക് ചെറിയ ഗ്രേഡ് ആണെങ്കിൽ ചിലപ്പോൾ വേണ്ടി വന്നാൽ MRI സ്കാനിങ് വേണ്ടി വന്നേക്കാം. അതായത് നമുക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇല്ലാതെ നമുക്ക് മുട്ടിൻ്റെ അകത്തുള്ള ലിഗമെൻറ്റിൻ്റെ പരിക്കൊണ്ടുള്ള തേയ്മാനത്തിൻ്റെ തുടക്കമാണെങ്കിൽ നമുക്ക് കീഹോൾ സർജറി അല്ലെങ്കിൽ ആർത്രോസ്കോപ്പിക് സർജറി ചെയ്ത് മുട്ടിൻ്റെ ലിഗമെൻറ്റുകൾ, അതായത് നമ്മുടെ ഞരമ്പുകൾ, മുട്ടിൻ്റെ അകത്തുള്ള ഞരമ്പുകൾ ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഭാവിയിൽ തേയ്മാനം മൂർച്ഛിക്കുന്നതിനുള്ള ഒരു തടയിടാൻ പറ്റും. നമുക്കത് കൂടുതൽ മോശമാവുന്നതിന് മുമ്പ് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇത് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോപ്പർ സ്റ്റേജിൽ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ചെറിയ തേയ്മാനങ്ങൾക്കൊന്നും നമുക്ക്, അതായത് ഗ്രേഡ് 2, ഗ്രേഡ് 3, മാക്സിമം ഗ്രേഡ് 3 വരെയുള്ള നമുക്ക് ഇഞ്ചക്ഷൻസ് കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്താൽ ചെയ്യാം. പിന്നെ ചില പേഷ്യൻസിന് ഭയങ്കര, അതായത് വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ മുൻപ് ആക്സിഡൻറ്റുകളുണ്ടായി ഭയങ്കര ഫ്രാക്ചേഴ്സ്, നല്ല മോശം ഫ്രാക്ചേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് മാത്രമേ നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണ്ടി വരാറുള്ളൂ. അല്ലെങ്കിൽ എല്ലിന് ഭയങ്കര ബലക്കുറവാണ്, അങ്ങനെയൊക്കെയാണ്, ഭയങ്കര വളരെ വേദന കൂടിയ തേയ്മാനത്തിൻ്റെ സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ചെയ്യേണ്ടി വരും. ഇല്ലാതെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ഇല്ലാതെ ഈ മുട്ട് തേയ്മാനത്തിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം നിങ്ങൾ വേണ്ടത് അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് ഇപ്പം എന്നെ കാണുന്ന പലർക്കും മുട്ടുവേദന ഉണ്ടാകും. അവരുടെയൊക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് അടുത്തുള്ള വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് അവരുടെ വിദഗ്ധമായ ഒപ്പീനിയൻ എടുക്കുക. ഒപ്പീനിയൻ എടുത്തിട്ട് ഇപ്പോൾ ചെയ്യേണ്ട സമയം എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത് ചെയ്താൽ ഒരു പരിധി വരെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റും. നിങ്ങളുടെ നാച്ചുറൽ മുട്ട മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതില്ലാതെ തന്നെ വേറെ ഓസ്റ്റിയോട്ടമി സർജറീസ്, അങ്ങനെ പല സർജറീസും ഉണ്ട്. അതും റീഅലൈൻമെൻറ്റ് സർജറീസ് ആണ്. അതായത് മുട്ടിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കിയാൽ ഒരു പരിധി വരെ മുട്ട് തേയ്മാനം നമുക്ക് ഒഴിവാക്കാനും ഒരിക്കലും വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റും. ഈവൻ മുട്ടുമാറ്റിവെക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പോലും തന്നെ നമുക്ക് വീണ്ടും ചില റിവിഷൻ TKRs അങ്ങനെയൊക്കെ റിവിഷൻ വീണ്ടും സർജറി വരാറുണ്ട്. മുട്ടുമാറ്റിവെക്കൽ അവസാനമല്ല, വീണ്ടും മുട്ടുമാറ്റിവെക്കൽ വീണ്ടും ചിലർക്ക് ഫെയിൽ ആവാറുണ്ട്, അവർക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. താങ്ക് യു. Stay healthy. Follow for more.